നമസ്കാരം. ജർമ്മനിയിൽ ആളുകൾക്കിടയിലേക്ക് വാഹനമിടിച്ചു കയറ്റിയ അപകടത്തിൽ മരണം 2ആയി. സംഭവത്തിൽ 14 പേർക്ക് ഗുരുതര പരിക്കെന്നാണ് റിപ്പോർട്ട്. നേരത്തെ 25 പേർക്ക് പരിക്ക് പറ്റിയെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. എന്നാൽ പിന്നീട് അത് അധികൃതർ തന്നെ തിരുത്തുകയായിരുന്നു. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാർ ഇടിച്ചു കയറുന്നതിന്റെ ഭീതിജനകമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഭീകരാക്രമണമാണോ അതോ മറ്റെന്തെങ്കിലും കാരണത്താലുള്ള അപകടമാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഡ്രൈവർ കൊല്ലുന്നതിന് തന്നെയായി ലക്ഷ്യം വെച്ചതാണോ എന്നും അപകടം ഒഴിവാക്കാമായിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അധികൃതർ അറിയിച്ചു. ജർമ്മനിയുടെ പടിഞ്ഞാറൻ നഗരമായ മാൻഹെയിമിലാണ് സംഭവം. ഈ സ്ഥലത്തെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമായ പ്ലാൻകനിൽ പാഞ്ഞു കയറുകയായിരുന്നു. കറുത്ത SUV കാറാണ് ആളുകൾക്കിടയിലേക്ക് പാഞ്ഞു കയറിയത്. സംഭവത്തിൽ 40 വയസ്സുള്ള ജർമ്മൻ സ്വദേശിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇയാളുടെ കയ്യിൽ നിന്നും ആയുധവും പിടിച്ചെടുത്തിട്ടുണ്ട്. അപകടം നടന്ന 30 മിനിറ്റുകൾക്കുള്ളിലാണ് ഇയാളെ പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ട്. ആളുകളോട് പുറത്തിറങ്ങരുതെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടുതൽ പേർ ആക്രമണത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെന്നും പോലീസ് വ്യക്തമാക്കി. 3 ആഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് ജർമ്മനിയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഇടിച്ചു കയറ്റി അപകടം നടക്കുന്നത്. അപകടം നേരിട്ട് കണ്ടില്ലെന്നും ജനങ്ങൾ ഭയത്തോടെ പോകുന്നത് കണ്ടെന്നും അവിടെ നിറയെ പോലീസിനെ കണ്ടെന്നും ദൃക്സാക്ഷികളിൽ ഒരാൾ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഉടൻ ലഭ്യമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. നിലവിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കിയതായും ജർമ്മൻ സർക്കാർ വ്യക്തമാക്കി. മ്യൂണിക്കിൽ ഫെബ്രുവരി 13-നുണ്ടായ സമാന ആക്രമണത്തിൽ 37-കാരിയും 2 വയസ്സുള്ള അവരുടെ കുഞ്ഞും മരിക്കുകയും 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബവേറിയൻ സംസ്ഥാനത്തെ ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ റാലിക്കിടയിലേക്കായിരുന്നു അന്ന് കാർ ഇടിച്ചു കയറിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 24-കാരനായ അഫ്ഗാനിസ്ഥാൻ അഭയാർത്ഥിയെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷവും ജർമ്മനിയിൽ ഇത്തരത്തിലൊരു അപകടം നടന്നിരുന്നു. കിഴക്കൻ ജർമ്മനിയിലെ മഗ്ഡബർഗ് നഗരത്തിലെ തിരക്കേറിയ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറ്റി ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർ മരിച്ചിരുന്നു. 68 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കറുത്ത BMW കാർ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആളുകളെ ഇടിച്ചിട്ട ശേഷവും 400 മീറ്റർ ദൂരം ഇയാൾ വണ്ടി ഓടിച്ചതായും അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. കാർ ഓടിച്ച സൗദി അറേബ്യൻ സ്വദേശിയായ ഡോക്ടറെ പോലീസ് പിടികൂടിയിരുന്നു. 2006 മുതൽ ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കിയ പ്രതി ബോൺബെർഗിൽ ഡോക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഈ സംഭവം ഭീകരാക്രമണമാണെന്ന് സംശയിക്കുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു.